ഈ വീഡിയോ കുറേ നാളുകൊണ്ട് ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ സമയം കിട്ടിയില്ല. കാരണം കുറേ ഗ്ലോബൽ ഇവൻറ്റ്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് നോക്കുന്നതുകൊണ്ട് ഇങ്ങനത്തെ ചില വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്ത് പോകാനുള്ള ടൈം ഗ്യാപ്പ് കിട്ടാത്തതുകൊണ്ടാണ്. ഈ വീഡിയോ നമ്മൾ നോക്കുന്നത് റഷ്യ ഉക്രൈൻ, അതായത് ഈ യൂറോപ്പ് വെസ്റ്റേൺ കൺട്രീസ് ഇവരുടെയൊക്കെ നിലപാടുകളുമായിട്ട് ഉക്രൈനിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില സംഭവ വികാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോ നോക്കുന്നത്. ഇതിനകത്ത് വേറെ ഒന്നല്ല നോക്കുന്നത്, ഈ യൂറോപ്യൻ യൂണിയൻസും ഈ ഫ്രാൻസും UK-യും അമേരിക്കയും എല്ലാവരും കൂടെ ഈ ഒരു ഉക്രൈൻ്റെ ഭാഗത്ത് കിടന്ന് അടികൂടുന്നത് എന്തിനാണ്? യുദ്ധം നിർത്തണമെങ്കിൽ അങ്ങ് നിർത്തിയിട്ട് പൊയ്ക്കൂടെ? ഇപ്പൊ വീണ്ടും സെലൻസ്കി UK-യുടെ എയർപോർട്ടിൽ നിന്നൊരു പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പ്രസ്താവന വേറെ ഒന്നുമില്ല, അതായത് ഈ റഷ്യ പിടിച്ചെടുത്തിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ തിരികെ കിട്ടണം എന്നുള്ളൊരു നിലപാടും കൂടി ഉണ്ട് എന്നാണ് പുള്ളി കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അപ്പോൾ അഥവാ നിങ്ങൾ സൗദി അറേബ്യയ്ക്ക് പോകാനിരിക്കുകയാണ്, അവിടെ എന്തോ കൗണ്ടർ പാർട്ട് ചർച്ച നടത്താൻ വേണ്ടിയിട്ടിരിക്കുകയാണ് റഷ്യൻ റെപ്രസെന്റേറ്റീവുമായിട്ട്. അപ്പൊ അതൊക്കെ എന്താണ് സംഭവം, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും യെസ് അതൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഞങ്ങളുടെ ഒരു പ്രയോറിറ്റി ഇപ്പൊ മാറിയിരിക്കുകയാണ്. അതിനകത്ത് പുള്ളി ഒരു വിഷയം പറഞ്ഞു വെച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, ശരിക്കും യൂറോപ്യൻ യൂണിയനെ പെടുത്തിയ പോലൊരു അവസ്ഥയായിപ്പോയി. നാറ്റോ ആയിക്കോട്ടെ യൂറോപ്യൻ യൂണിയൻ ആയിക്കോട്ടെ, രണ്ടുപേരെയും ഇൻഡയറക്ട്ലി പെടുത്തിയ ഒരു അവസ്ഥയാണ്. ഈ സെലൻസ്കി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ ആയിപ്പോയി. സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പറഞ്ഞാൽ, അതായത് ഈ ഒരു റഷ്യ പിടിച്ചെടുത്ത ഉക്രൈന്റെ ഭൂമിയാണ് അത് ഉക്രൈന് തിരിച്ചു തരുന്നതാണ് ഉചിതം. ആ രീതിയിൽ ഒരു യുദ്ധം അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത്. ഇനിയിപ്പോ ഞാൻ തന്നെ അത് വേണ്ടാന്ന് വെച്ചാലും എന്റെ കൂട്ടുകാർ, അതായത് യൂറോപ്യൻ യൂണിയനും നാറ്റോയും കൂടെ അത് സമ്മതിക്കില്ല, അവർക്ക് പോലും അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണെന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത്. അതായത് ഉക്രൈന് വിഷയമില്ല, യൂറോപ്യൻ യൂണിയനും നാറ്റോയുമാണ് ഇപ്പൊ ഈ ഒരു ഉക്രൈൻ സ്ഥലത്തിന് വേണ്ടിയിട്ട് മത്സരിക്കാൻ വേണ്ടി ഉക്രൈനെ പറഞ്ഞ് തിരികൊളുത്തി വിടുന്നതായിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വെക്കുന്നത്. ഇസ്രായേൽ സ്വമേധയാ വെറുതെ ഇരിക്കുന്ന സമയത്ത് ജസ്റ്റ് IDF സോൾജേഴ്സ് വന്നിട്ട് പാലസ്തീനികളെ ഇറക്കി വിട്ടിട്ട് സ്ഥലം പിടിച്ചെടുത്തതാണോ? ഈ പറച്ചിൽ കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നും. ഒരിക്കലുമില്ല. ഇസ്രായേൽ അങ്ങനെ പിടിച്ചെടുത്തതേ അല്ല, ഇസ്രായേൽ യുദ്ധം ചെയ്ത് നേടിയതാണ് സ്ഥലങ്ങൾ. അത് അങ്ങനെ വേണം വിലയിരുത്താൻ. യുദ്ധം, ഞങ്ങൾ യുദ്ധത്തിലാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രപ്പോസ് ചെയ്തിട്ട് നടത്തുന്നതിന്റെ പേരെന്താണ്? പിടിച്ചെടുപ്പാണോ? അത് യുദ്ധമാണ്. യുദ്ധത്തിൽ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അത് സക്സസ് ആണ്, അതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. എന്നാൽ പിന്നെ യുദ്ധം തുടങ്ങുമ്പോഴേ ഒരു വെള്ളക്കൊടി കാണിച്ചിട്ട് യുദ്ധമില്ല, ഞങ്ങൾക്കൊന്നും പരാതിയില്ല എന്ന് പറഞ്ഞിട്ട് അടങ്ങി ഒതുങ്ങി ഇരിക്കുക, അത് അതേ മാർഗമുള്ളൂ. യുദ്ധത്തിൽ ഇറങ്ങിയിട്ട് ബില്യൺ കണക്കിൽ പൈസ ചെലവാക്കി ലക്ഷക്കണക്കിൽ ജീവൻ നഷ്ടപ്പെട്ട് ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പിടിക്കും. ഉക്രൈനാണ് ഇപ്പൊ റഷ്യയുടെ കുറെ സ്ഥലങ്ങൾ അങ്ങ് പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഉക്രൈൻ അത് വിട്ടുകൊടുക്കാൻ തയ്യാറാവുമോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും സോൾജേഴ്സിന്റെ ജീവനും പോയി, ഇത്രയും ബില്യൺ കണക്കിൽ ഡോളേഴ്സ് ചെലവാക്കിയിട്ട് നിങ്ങൾ യുദ്ധം നടത്തിയിട്ട് റഷ്യയുടെ കുറേ സ്ഥലം കയറി പിടിച്ച്, അപ്പൊ ഉക്രൈൻ അത് വിട്ടുകൊടുക്കുമോ? യുദ്ധം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. പിന്നെ നെഗോസിയേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില വിട്ടുവീഴ്ചകളൊക്കെ വരുത്തിയിട്ട് ഒരു ലൈൻ ഓഫ് കൺട്രോൾ പോലത്തെ ഒരു ലൈനൊക്കെ വെച്ച് നിർത്തി അത് അവസാനിപ്പിക്കും. അതേ പറ്റുള്ളൂ. എന്താണ് ഈ ഫ്രാൻസിന്റെയും യൂറോപ്യൻ യൂണിയന്റെയും അമേരിക്കയുടെയും UK-യുടെയും ഒക്കെ താല്പര്യങ്ങൾ എന്താണ് ഈ യുക്രൈനിൽ? എന്താണ് ഈ യുദ്ധം നിർത്തിയാൽ എന്താണ് ഇവർക്ക് പ്രശ്നം? അപ്പൊ അങ്ങനെ പോകുമ്പോഴത്തേക്ക് നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ 2022 വരിക. 2022 ഒരു സംഭവം സംഭവിക്കുന്നുണ്ട്. അത് ബുർക്കിനോ ഫാസോയിലാണ്. ബുർക്കിനോ ഫാസോയില് ഇബ്രാഹിം ടോർട്ട് എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു ലീഡർ, വെറും 35 വയസ്സുള്ള ഒരു ലീഡർ. അയാൾ ജസ്റ്റ് അങ്ങ് അയാൾ ആർമിയിൽ നിന്ന് അങ്ങ് വരികയാണ്. ശരിക്കും പറഞ്ഞാല് ആർമിയിൽ നിന്ന് അങ്ങ് വരികയാണ്, മുന്നോട്ട് വരികയാണ്. എന്തിനു വേണ്ടിയാണ് മുന്നോട്ട് വരുന്നത്? അവരുടെ രാജ്യമായിട്ടുള്ള ബുർക്കിനോ ഫാസോ എന്ന് പറഞ്ഞ ആ രാജ്യത്തിനെ നിരന്തരം ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രാൻസിനെ അവിടെ നിന്ന് ഓട്ടിക്കാനാണ് ഈ ഒരു ലീഡർ എമർജായി വരുന്നത്. ഇതൊരു മിലിറ്ററി പേഴ്സൺ ആണ്. അയാൾ ഒരു മിലിറ്ററി റെവല്യൂഷൻ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിനെ അവിടെ നിന്ന് തുരത്തുകയാണ്. ഈ ഫ്രാൻസിന്റെ കൊളോണിയലിസം, ഇതാണ് ഞാൻ പറഞ്ഞ നിയോ കൊളോണിയലിസം. ഈ നിയോ കൊളോണിയലിസത്തില് ഫ്രാൻസും UK-യും അഗ്രഗണ്യന്മാരാണ്. UK ഒരുവിധമുള്ള രാജ്യങ്ങളിലെല്ലാം തന്നെ അവരുടെ കോളനി ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഈ ഒരു UK ഇന്ത്യയിൽ നിന്നും കോളനി അവസാനിപ്പിച്ച് പോകുമ്പോഴത്തേക്കും നിങ്ങൾ നോക്കിക്കോ, ഗോവയിൽ പോർച്ചുഗീസുകാരന്മാരുണ്ടായിരുന്നു. ഈ പോർച്ചുഗീസുകാർ പോകാൻ തയ്യാറായില്ല. അവർ ഗോവയിൽ തന്നെ നിലനിൽക്കാനാണ് അവർ ആഗ്രഹിച്ചത്. അപ്പൊ ഇതേപോലത്തെ ചില ഉഡായ്പ ടീമുകളൊക്കെ വന്നിങ്ങനെ ഇരിക്കും. അവസാനം ഇന്ത്യൻ ആർമി വീണ്ടും ഗോവയിൽ എത്തിയതിനു ശേഷമാണ് അവർ പോകാൻ തയ്യാറായത്. ഇതേപോലത്തെ പരിപാടി ഫ്രഞ്ച് കോളനികൾ ഒരുപാടുണ്ട്. ബ്രിട്ടീഷുകാർ പോകാൻ തയ്യാറായി, പക്ഷെ എന്നാലും പോണ്ടിച്ചേരി, മാഹി പോലത്തെ സ്ഥലങ്ങളിൽ നിന്ന് ഫ്രഞ്ച് കോളനി ഒഴിഞ്ഞു പോകാൻ അവർ തയ്യാറാവുന്നില്ല. നാട് വിട്ടു പോകാൻ ഒരിക്കലും സമ്മതം അറിയിക്കാതെ ബ്രിട്ടീഷുകാരെക്കാളും ഏറ്റവും വലിയ കീടമായിട്ട് തുടരുന്ന ഒരു സ്വഭാവമുള്ള ഒരു രാജ്യമാണ് ഈ ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് കോളനികൾ. അതുപോലെ മോഡേണൈസ്ഡ് നിയോ കോളനി വൽക്കരിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ആഫ്രിക്കയിൽ ഈ ഒരു ബുർക്കിനോ ഫാസോയിൽ തിരിച്ചടി കിട്ടി. ആ നേതാവ്, അതായത് ആ യങ് നേതാവ് ഇബ്രാഹിം ടോർട്ട് എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി അവിടുത്തെ ഭരണം പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. അതിന് മുമ്പിരുന്ന ആളിനെ അട്ടിമറിച്ചുകൊണ്ട് ആണ് ഈ ഒരു പട്ടാള ഭരണം അവിടെ സ്ഥാപിക്കുകയും ഈ പട്ടാള ഭരണത്തിലൂടെ അതിന്റെ കമാൻഡറായിട്ട് ഇരുന്ന ഈ ഒരു ഇബ്രാഹിം ടോർട്ട് അവിടുത്തെ തലപ്പത്ത് വരുന്നതും അതായത് ഈ ഫ്രഞ്ച് കമ്പനികൾ എവിടെയൊക്കെ ഉണ്ടോ, മൈനിങ് കമ്പനികൾ കംപ്ലീറ്റ് പൂട്ടണം എന്ന് പറയുന്നത്, കംപ്ലീറ്റ് എല്ലാം പൂട്ടിക്കെട്ടി ഫ്രാൻസിന് അവിടെ ഒരു താഴിട്ട് പുറത്തോട്ട് അയക്കുകയാണ്. ഇതാണ് ചെയ്തത്. ഇത് കഴിഞ്ഞ് ഇതേ ഒരു റെവല്യൂഷൻ നേരെ മാലിയിലേക്ക് പോവാണ്. മാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മാലി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തന്നെ ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ കിടക്കുന്ന ബുർക്കിന ഫാസോ, മാലി, അതുപോലെ നൈജർ, ഇതൊക്കെ ആഫ്രിക്കൻ റീജിയനിൽ കിടക്കുന്ന രാജ്യങ്ങളാണ്. ഈ നൈജർ എന്ന് പറഞ്ഞ രാജ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കിടക്കുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ അറ്റ്ലാന്റിക് ഓഷനും റെഡ് സീക്കും നടുക്ക് ഒരു കോഡ് വരച്ചു കഴിഞ്ഞാൽ ആ കോഡ് കറക്റ്റ് ആയിട്ട് ഈ ഒരു നൈജറിലൂടെ കടന്നു പോകുന്നതായിരിക്കും. ആ ഒരു ലൊക്കേഷനിലാണ് ഈ നൈജർ ഉള്ളത്. 2024 നടന്ന റെവല്യൂഷനാണ്. അവിടെയും ഇതേപോലെ പട്ടാള അട്ടിമറി നടന്നു, അവിടെ പട്ടാള ഭരണം വന്നു. ഇതിനെല്ലാം കാരണം എന്താണ്? ഈ ഒരു നിയോ കോളനൈസേഷൻ. ഓക്കെ, ഈ കോളനൈസേഷന്റെ പുറകിലുള്ള കഥയൊക്കെ ഞാൻ പറയാം. മാലിയിലും ഇതേപോലെ പട്ടാള അട്ടിമറി നടക്കുന്നു. മാലിയിലും ഇതേപോലെ USA, യൂറോപ്യൻ യൂണിയൻ, ഫ്രാൻസ് ഇതേപോലത്തെ കമ്പനികളെല്ലാം അവിടെ നിന്ന് കെട്ടുകെട്ടിക്കുന്ന ഏർപ്പാടാണ് നടക്കുന്നത്. അവിടെ നടന്ന അടുത്ത് ഇതേ ഒരു റെവല്യൂഷൻ നേരെ സ്പ്രെഡ് ആവുകയാണ് നൈജറിലോട്ട് സ്പ്രെഡ് ആകുമ്പോഴത്തേക്കും നൈജറിലും ഇതേപോലെ പട്ടാള അട്ടിമറി നടക്കുന്നു. അപ്പൊ അതുവരെ അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന മുഹമ്മദ് ബസീമിൻ എന്ന് പറഞ്ഞ ആ ഒരു നേതാവിനെ മാറ്റിമറിച്ചുകൊണ്ട് പിന്നെ ഇതേപോലെ മിലിറ്ററി കമാൻഡർ ആയിട്ടുള്ള അബ്ദുൾ റഹ്മാൻ ഡിസിയോണി എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി വരികയാണ്. അബ്ദുൾ റഹ്മാൻ ഡിസിയോണി ഇങ്ങനെ പൊസിഷനിൽ വരികയാണ്. ഇയാളും ഒരു പട്ടാള കമാൻഡറാണ്, മിലിറ്ററി കമാൻഡറാണ്. അങ്ങനെ കയറി ഇരിക്കുമ്പോഴത്തേക്കാണ് ഇതിന്റെ പുറകിലുള്ള ശക്തി മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് പുറകിലുള്ള ഇവിടെയൊക്കെ അട്ടിമറിക്ക് സഹായിച്ചത് ഈ ഒരു പട്ടാള അട്ടിമറിക്ക് സഹായിച്ചത് റഷ്യയാണ്. റഷ്യയുടെ ആയുധങ്ങൾ, റഷ്യയുടെ വാഗ്നർ ഗ്രൂപ്പ്, റഷ്യയുടെ എല്ലാ സപ്പോർട്ടും ഈ രാജ്യങ്ങൾക്കൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റഷ്യ ഇവരുടെ അടുത്ത് നിന്ന് ലൂട്ടിംഗ് ഒന്നും ചെയ്തോട്ട് പോയിട്ടില്ല. റഷ്യ ഇവർക്ക് മിലിറ്ററി സപ്പോർട്ട് മാത്രമാണ് കൊടുത്തത്. റഷ്യ അവിടെ മൈനിങ് ഒന്നും ചെയ്ത് അവിടെ നിന്ന് മണ്ണൊന്നും മാന്തി എടുത്തോണ്ട് പോയിട്ടില്ല. റഷ്യ അവിടുത്തെ അസറ്റും എടുത്തോണ്ട് പോയിട്ടില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കിക്കോണം. ഇവിടെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ആരാണോ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, ആരാണോ കൊള്ളയടിക്കാൻ വരുന്നത്, ഇത് രണ്ടും കൂടെ തിരിച്ചറിയാനുള്ള ബോധം, സാമാന്യ ബോധം വേണം. അപ്പൊ ഈ രീതിയിലാണ് അവിടെ ലൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ എന്താണ് ഈ ഒരു ആഫ്രിക്കൻ റീജിയനിൽ ഉണ്ടായിരുന്നത്? ഇവിടെ ആഫ്രിക്കൻ റീജിയനിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് യുറേനിയം ഉണ്ട്, അതുപോലെ തന്നെ ഗോൾഡ് ഉണ്ട്, പല രീതിയിലുള്ള റെയർ എർത്ത് മിനറൽസ് ആണ് ഇവിടെ ഉള്ളത്. ഈ ഫൈറ്റിംഗ് ഒക്കെ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഈ നൈജറിനെ ഫ്രാൻസ് ലൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് 1960 മുതൽ 2023 വരെ ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നൈജറിനെ. ഇവിടെ നിന്ന് എത്രമാത്രം സ്വർണം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കണക്ക് കൂട്ടാൻ പറ്റത്തില്ല. ആ രീതിയിലാണ് ഫ്രാൻസിന്റെ 50% അസറ്റ് ഈ ഒരു ആഫ്രിക്കൻ റീജിയൻ ഈ ഒരു കോളനൈസേഷനിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ബുർക്കിനോ ഫാസോയിലായിക്കോട്ടെ, മാലിയിലായിക്കോട്ടെ, നൈജറിലായിക്കോട്ടെ, ഇവിടെ എല്ലാം ഉള്ളത് ഗോൾഡ്, യുറേനിയം, റെയർ എർത്ത് മിനറൽസ്, ഇതൊക്കെ തന്നെയാണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത്. ഈ റെയർ എർത്ത് മിനറൽസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് വേറൊരു ലൂട്ടറും കൂടെ ഉണ്ട്, അത് ചൈനയാണ്. ചൈന ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് ലോണൊക്കെ കൊടുത്ത് ആ രാജ്യത്തിനെ കുറച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ബിൽഡ് ചെയ്ത് കൊടുത്ത് ജനങ്ങളെയൊക്കെ ഒരു അക്സെപ്റ്റൻസിൽ എത്തിക്കും. അപ്പൊ ആൾക്കാർ വിചാരിക്കുമ്പോൾ ചൈന നല്ലതാണ് ചെയ്യുന്നത്, നമുക്ക് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് നല്ലതാണെന്നുള്ള ചിന്തയൊക്കെ ഉണ്ടാവും. പക്ഷെ അവര് പല രീതിയിലും ഇങ്ങനെ ലോൺ കൊടുത്തിട്ടാണ് കടക്കണിയിലാക്കുകയും ചെയ്യും. അതേസമയം ചൈന അവിടെ നിന്ന് ലൂട്ട് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യും. ഈ ഒരു ഡബിൾ ഗെയിം കളിക്കുന്ന ആളാണ് ചൈന. അപ്പൊ ഇവിടെയൊന്നും ഇന്ത്യ, റഷ്യ ഈ വക രാജ്യങ്ങളൊന്നും ഈ രീതിയിലൊന്നും പെടാറില്ല എന്നുള്ളതാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. എന്തിനാണ് റഷ്യ എടുത്ത് ഇത്രമാത്രം കലിപ്പെന്ന് പറഞ്ഞാല് റഷ്യയാണ് ഈ ഒരു ആഫ്രിക്കൻ റീജിയനിലുള്ള കംപ്ലീറ്റ് ഈ ഒരു മിലിറ്ററിയും ബാക്കപ്പ് ചെയ്തത്. റഷ്യയുടെ ഈ സാഹചര്യത്തെ തളർത്താൻ വേണ്ടിയിട്ട് അമേരിക്കയിൽ ഒബാമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന കുറെ തീവ്രവാദ സംഘടനകൾക്ക് US എയ്ഡ് ത്രൂ ഫണ്ട് കൊടുത്ത് ആ ഫണ്ട് ത്രൂ ആ രീതിയിലൊക്കെ അവിടെ സംഘടനകളെ ഇറക്കി വിട്ടു. റഷ്യക്കെതിരെയും ഈ ഒരു ആർമി ഗ്രൂപ്പിനെതിരെയൊക്കെ ഫൈറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഈ ഒരു കോങ്കോ റീജിയനിൽ നടക്കുന്ന യുദ്ധമുണ്ടല്ലോ, ഈ മണ്ണിന് വേണ്ടിയിട്ട്, ഈ ഒരു റെയർ എർത്ത് മിനറൽസിന് വേണ്ടിയിട്ട് നടക്കുന്ന ഒരു അടി, അതിന്റെ പുറകിലും യുവമാരുടെയൊക്കെ കൈകളുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അപ്പം അമേരിക്കയാണെങ്കിൽ ആഫ്രിക്കയുടെ ഉള്ളിൽ പല റീജിയനിലും ഈ ഒരു റെയർ എർത്ത് മിനറൽസിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എവിടെയും അമേരിക്കയ്ക്ക് സക്സസ് കിട്ടിയില്ല. അത് ആദ്യം മനസ്സിലാക്കിക്കോണം. അവിടെ ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയത് യൂറോപ്യൻ യൂണിയനും ഫ്രാൻസിനുമാണ്. ഫ്രാൻസ് യൂറോപ്യൻ യൂണിയന്റെ ഭാഗമാണ്. എന്നാൽ ഫ്രാൻസ് ഇൻഡിപെൻഡന്റ്ലി അവിടെ പല കമ്പനികളും സ്ഥാപിച്ച് ഈ ഒരു മൈനിങ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അവരാണ് ഈ കോളനൈസേഷനിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഫ്രാൻസിനെ എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഈ ഫ്രാൻസും ഈ ഒരു യൂറോപ്യൻ യൂണിയനും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സക്സസ് റേറ്റ് അവിടെ കൈവരിക്കാൻ പറ്റിയത്. ഏറ്റവും കൂടുതൽ സ്വർണം അവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോയതും, ഏറ്റവും കൂടുതൽ റെയർ എർത്ത് മിനറൽസ് അവിടെ നിന്ന് കൊണ്ടുപോയതും, യുറേനിയം കൊണ്ടുപോയതെല്ലാം ഫ്രാൻസ് ആണ്. അപ്പൊ ഇങ്ങനെ നൈജറിന്റെ ഭരണം അട്ടിമറിച്ച സമയത്ത് അവിടെ ഒരു സംഘടന വരുന്നുണ്ട്. നൈജറിന്റെ ഭരണം അട്ടിമറിച്ച സമയത്ത് അവിടെ ഒരു സംഘടന വരുന്നുണ്ട്. കാരണം ഈ അമേരിക്കയും യൂറോപ്യൻ യൂണിയനൊക്കെ എങ്ങനെയാണ് ഉള്ളിൽ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണ്ടേ. അപ്പൊ അങ്ങനെ ഒരു സംഘടന അവിടെ വരുന്നുണ്ട്. ECOWAS ഇങ്ങനെയാണ് ഈ സംഘടനയുടെ ഷോർട്ട് ഫോം. ഇതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ എക്കണോമിക് കമ്മ്യൂണിറ്റി ഓഫ് വെസ്റ്റ് ആഫ്രിക്കൻ സ്റ്റേറ്റ്സ് എന്നാണ് ഈ ഒരു ഓർഗനൈസേഷന്റെ പേര്. ഇത് വെസ്റ്റ് ആഫ്രിക്കൻ കൺട്രിയുടെ ഒരു ഓർഗനൈസേഷൻ ആണ്. ഷോർട്ട് ഫോം ആയിട്ട് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. ഈ ഓർഗനൈസേഷൻ വന്നിട്ട് പറയാണ് നൈജർ, അപ്പൊ ആഫ്രിക്കൻ ഓർഗനൈസേഷൻ ആണല്ലോ, അപ്പൊ തീർച്ചയായിട്ടും അവിടുത്തെ മിലിറ്ററി കമാൻഡോസ് എല്ലാം ഇതിനെ റെസ്പെക്ട് ചെയ്യും. അപ്പൊ ഇവരെ വിളിക്കുകയാണ്, സംസാരിക്കുകയാണ്, എന്താണ് നൈജറിലെ കുഴപ്പം ചോദിക്കുകയാണ്. ഇതൊക്കെ 2024 സംഭവിച്ചാണ് കേട്ടോ. അപ്പൊ നൈജറിലെ കുഴപ്പം വേറെ ഒന്നുമില്ല, നമുക്ക് ഇങ്ങനെ മൈനിങ് കമ്പനികളൊന്നും ഇവിടെ റൺ ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ രാജ്യത്തിന്റെ മൂല്യം, അസറ്റ് ഇതൊന്നും ഇങ്ങനെ ചോർത്തിക്കൊണ്ട് പോകാൻ ഇനി സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോഴത്തേക്കും ഈ അബ്ദുൾ റഹ്മാൻ എന്ന് പറഞ്ഞ ഈ ഒരു കമാൻഡറെ മാറ്റി നിർത്തിക്കൊണ്ട് പഴയ, അതായത് ഇതിനു മുമ്പ് റിസൈൻ ചെയ്തു പോയ
അങ്ങനെ മുഹമ്മദ് ബാസിമിനെ തന്നെ തിരിച്ച് കസേരയിൽ ഇരുത്താൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ് ഈ ഒരു സംഘടന. ഈ ആഫ്രിക്കൻ സ്റ്റേറ്റ്സ്, അതായത് വെസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, അവരുടെ എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ട ഈ ഒരു സംഘടന പറയാണ്, അതായത് ഈ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥർ, അതായത് ആ രാജ്യത്തിന് നല്ലത് വരണം, അവിടുത്തെ കോളനൈസേഷൻ അവസാനിപ്പിക്കണമെന്ന് പറയുന്ന ഈ ഒരു കമാൻഡോയെ മാറ്റിയിട്ട് കോളനൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു മുഹമ്മദ് ബാസിം എന്ന് പറഞ്ഞ ആ ഒരു ലീഡറെ നൈജറിൽ വീണ്ടും പൊസിഷനിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഘടന ആവശ്യപ്പെടുകയാണ്. അപ്പൊ ഈ സംഘടനയുടെ പുറകിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% ഉറപ്പാണ് ഈ അമേരിക്കയും യൂറോപ്യൻ യൂണിയനുമാണ് മേജറായിട്ട് ഈ ഒരു സംഘടനയെ ഫണ്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവരങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ ഇതേപോലെ പല രാജ്യങ്ങളിലും ഇവർ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ് പവർ ആയിട്ടുള്ള സംഘടനകളെ ഇവരിങ്ങനെ നടത്തുന്നുണ്ട്. അതാണ് നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഇവർ തന്നെയാണ് ഈ ഒരു തീവ്രവാദ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് അവിടെ റഷ്യക്കെതിരെ ഒരു തീവ്രവാദി സംഘത്തിനെ ഉണ്ടാക്കി. കാരണം എപ്പോഴും അടി നടക്കുമ്പം വേറൊരു ഫേസിലായിരിക്കും അടി പുറത്ത് അറിയാൻ പറ്റുക. അവിടെ റെയർ എർത്ത് മിനറൽസിന് വേണ്ടിയിട്ടും സ്വർണത്തിന് വേണ്ടിയിട്ടും ഈ യുറേനിയത്തിന് വേണ്ടിയിട്ട് അടി കൂടുന്നതായിട്ട് പുറത്തറിയത്തില്ല. പുറത്തറിയുമ്പോഴത്തേക്കും അവിടെ വേറൊരു അടിയായിട്ടാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണ് ഇവർ ഇത് ആക്കി തീർക്കുന്നത്. അങ്ങനെ ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഇവർ സോഫ്റ്റ് പവർ ഉപയോഗിച്ച് ഫണ്ട് ചെയ്ത് പല സംഘടനകളെയും, പല ഇസ്ലാമിക തീവ്രവാദ സംഘടനകളെയൊക്കെ പ്രൊമോട്ട് ചെയ്യും അവിടെ പൈസ കൊടുത്ത്. അത് തീവ്രവാദ സംഘടന തന്നെ ആയിരിക്കും. പക്ഷെ അവർക്ക് ഈ ഒരു അടിയും വഴക്കിന് പോകാൻ താല്പര്യം ഉണ്ടാവില്ല. ചിലപ്പോൾ അവർ ഏതെങ്കിലും മൂലയിൽ ഡെഡ് ആയിട്ട് കിടക്കുന്ന ഒരു സംഘടനയായിരിക്കും. അവർക്ക് കുറച്ച് ഫണ്ടൊക്കെ കൊടുത്ത് മോട്ടീവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ഒരു ഉണ്ടാക്കിക്കോ, ബംഗ്ലാദേശിൽ ഉണ്ടാക്കുന്നില്ല. അപ്പൊ ഫണ്ട് കിട്ടുമ്പോഴത്തേക്കും ആഫ്രിക്കയിലൊക്കെ നിങ്ങൾ വെറുതെ പോയി എന്തെങ്കിലും ഇൻഫർമേഷൻ ചോദിച്ചാൽ തന്നെ ആൾക്കാർ പൈസ ചോദിക്കും. ആ രീതിയിലാണ് ആഫ്രിക്ക ദാരിദ്ര്യം. അതുകൊണ്ട് തന്നെ കുറച്ച് പൈസ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിറങ്ങി പോകും അടിയും വഴക്കും കൂടാൻ. പിന്നെ ലേബൽ കൊടുക്കാൻ മാധ്യമങ്ങളുണ്ട്, ലേബൽ കൊടുക്കാൻ വെസ്റ്റേൺ മീഡിയാസ് ഉണ്ട്, അവരെ ലേബൽ ചെയ്യും തീവ്രവാദ ആക്രമണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അടി എന്തിനാണ്? അടി ഉള്ളിൽ നടക്കുന്ന ഈ ഒരു യുറേനിയത്തിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ അടി നടക്കുന്നത്. റെയർ എർത്ത് മിനറൽസ്, ഗോൾഡിന് വേണ്ടിയിട്ടാണ്. അപ്പൊ മനസ്സിലായല്ലോ. ഉക്രൈനുമായിട്ട് ഇതെല്ലാം നിങ്ങൾ റിലേറ്റ് ചെയ്ത് നോക്കിയോ, നിങ്ങൾക്ക് എല്ലാം വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ റിസർച്ച് വർക്ക് ചെയ്ത് കുറെ നാളായിട്ട് തന്നെ ഞാൻ ഈ ഡോക്യുമെന്റ് കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇനി സമയം കിട്ടാത്തതുകൊണ്ട് ചെയ്യാത്തത്. കാരണം ഇതൊന്നും നമ്മുടെ മീഡിയാസ് ഇത്ര ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറയത്തില്ല. അവര് ഇങ്ങനെ വെളിയിലുള്ള ഇവിടെ ഉക്രൈനിൽ യൂറോപ്യൻ യൂണിയൻ ഇങ്ങനെയാണ്, അമേരിക്ക എങ്ങനെയാണെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മാത്രമേ പറയുള്ളൂ. ഇതിന്റെ ഡീപ്പ് റൂട്ടുള്ള വിഷയം ഇതാണ്. ഈ 2022 മുതൽ ആഫ്രിക്കൻ റീജിയനിൽ നടന്ന ഈ ഒരു റെവല്യൂഷൻ ഉണ്ട്. ഈ ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു കോളനി അവസാനിപ്പിച്ചത്, നിയോ കോളനിസം അവസാനിപ്പിച്ചതിൽ റഷ്യക്ക് വലിയ പങ്കുണ്ട്. ഇതിന്റെ കലിപ്പ് റഷ്യയുടെ അടുത്ത് ഫ്രാൻസിനുണ്ട്, യൂറോപ്യൻ യൂണിയന് മൊത്തത്തിലുണ്ട്, അമേരിക്കയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ അമേരിക്കയിൽ ഇപ്പൊ ഒരു ഭരണകൂടം മാറിയതുകൊണ്ട് കഴിഞ്ഞ 4 വർഷം ഇവിടെ ട്രംപ് അല്ല ഇത് റൂൾ ചെയ്തത്, ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ അല്ല. അപ്പൊ അതുകൊണ്ട് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ആണ് അവിടെ ഉണ്ടായിരുന്നത്, ലിറ്ററലി ഒബാമ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഡീപ് സ്റ്റേറ്റിന്റെ റഷ്യയുമായിട്ട് അവർ കലിപ്പുണ്ട്. പക്ഷെ ഇപ്പൊ ഇരിക്കുന്ന ട്രംപ് അഡ്മിനിസ്ട്രേഷന് ആ ഒരു വിഷയമില്ല. പക്ഷെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നിലപാട് തന്നെയാണ്. ഏതാണ്? റെയർ എർത്ത് മിനറൽ എവിടെയുണ്ടോ അവിടെ പോയി ചേക്കേറുക എന്നുള്ളതാണ്. അമേരിക്കയുടെയും അതേ നിലപാട് തന്നെയാണ്. ആഫ്രിക്കൻ റീജിയനിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ കൊണ്ടാണ് ഇവരുടെ 60% എനർജി നീഡ് ഫുൾഫിൽ ചെയ്യുന്നത്. ആര്? ഫ്രാൻസ്. അതേപോലെ യൂറോപ്യൻ യൂണിയൻ 20% യൂറോപ്യൻ കൺട്രീസ് എനർജിക്ക് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു ആഫ്രിക്കൻ റീജിയനിൽ നിന്ന് കൊണ്ടുവരുന്ന യുറേനിയം പോലത്തെ സംഗതികളെയാണ് അവർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. സോഫാർ അവിടെ ഏതാണ്ട് 2 മൈനുകളാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഈ യുറേനിയം എടുക്കാൻ വേണ്ടിയിട്ടുള്ള മൈനുകൾ 2 പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഗോൾഡ് മൈൻ അതൊക്കെ വേറെ കാര്യം. ഞാൻ യുറേനിയത്തിന്റെ കാര്യം പറയാം. ഗോൾഡ് മൈനിങ് ഒക്കെ 1960 തൊട്ടേ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഫ്രാൻസ് തന്നെയാണ് അവിടെ നിന്ന് കൊണ്ടുവരിക്കുന്നത്. അവിടെ നിന്ന് കുറച്ച് പല രാജ്യങ്ങൾക്കും കൊടുക്കും. യൂറോപ്യൻ യൂണിയനിലേക്ക് ഫ്രാൻസ് കൊടുക്കാറുണ്ട്. ഈ 2 മൈനുകളിൽ നിന്നും 3000 ടൺ എടുത്തിട്ടുണ്ട് യുറേനിയം. 3000 ടൺ. ആലോചിച്ചോളൂ. ഈ സൊമൈർ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ ഒരു മൈനിങ്ങിൽ, യുറേനിയം മൈനിങ്ങിൽ ഏർപ്പെട്ടിരുന്നത് നൈജറിൽ. ഈ സൊമൈർ എന്ന് പറഞ്ഞ കമ്പനിയിൽ 63% സ്റ്റേക്ക് ഓൺ ചെയ്യുന്നത് ഫ്രാൻസ് ആണ്. അതായത് ഫ്രാൻസിന് 63% ഷെയർ ആ കമ്പനിയിലുണ്ട്. അഥവാ 63% ഫ്രാൻസ് ഓൺ ചെയ്യുന്ന കമ്പനിയാണ്. അതിൽ 33% ഷെയർ ഈ നൈജറിന്റെ തന്നെ ഓൺ ചെയ്യുന്ന സ്റ്റേറ്റ് കമ്പനി ഒരു കമ്പനിയാണ്. സോഫാമേൻ എന്ന് പറഞ്ഞ കമ്പനി അതിനകത്ത് 33% സ്റ്റേക്ക് ഓൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ഒരു പാർട്ട്ണർഷിപ്പിലൂടെയാണ് ഈ ഒരു മൈനിങ് നടന്നുകൊണ്ടിരുന്നത്. ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് അവിടെ നൈജറിന് ഇത് വെച്ചിട്ട് ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. നൈജറിന് അതിനുള്ള ഫെസിലിറ്റി ഇവർ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നില്ല. കാരണം നീ അവിടെ പോയി മൈൻ ചെയ്യാൻ പോകുന്നു, നീ അവിടെ 2-3 ന്യൂക്ലിയർ പ്ലാന്റോ ഒരു 10-15 ന്യൂക്ലിയർ പ്ലാന്റ് കിട്ടി ആ രാജ്യത്തിന് പുരോഗതി കൊണ്ടുപോകുക, അവിടുത്തെ ജനങ്ങൾക്ക് ഫെസിലിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുക, അതൊന്നും ചെയ്യുന്നില്ല. ഇപ്പോഴും ഞാൻ വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് കാണിക്കാം, ആഫ്രിക്കയൊക്കെ ഏത് രീതിയിൽ കിടക്കുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് യുവമാര് കോളനൈസേഷൻ ഇങ്ങനെ തന്നെയാണ് തുടരുള്ളൂ. അടിമത്വ മനോഭാവം ഇവന്മാരുടെ മനസ്സിൽ തന്നെയുണ്ട്. മറ്റുള്ള ജനങ്ങൾക്ക് അവർ ആഫ്രിക്കക്കാരായാലും ഏത് റീജിയനിലായാലും അവരെയും കൂടെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള ചിന്താഗതി ഇല്ലാണ്ടാണ് ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ മോട്ടിക്കാൻ വേണ്ടി മാത്രം പോകുന്ന ഒരു കൊള്ള സങ്കേതമാണ് ഇവന്മാർ. അത് ആദ്യം മനസ്സിലാക്കണം. ഈ എടുക്കുന്ന യുറേനിയത്തിൽ 50% ഫ്രാൻസ്, 25% യൂറോപ്യൻ യൂണിയൻ, പിന്നെ ഒരു 25% മറ്റുള്ള രാജ്യങ്ങൾ. അങ്ങനെയാണ് ഇതിന്റെ ഒരു വിതരണ ശൃംഖല ഇങ്ങനെയാണ് കിടക്കുന്നത്. എന്നിട്ട് 70% ഫ്രാൻസിന് ഉള്ളിലുള്ള എനർജി കംപ്ലീറ്റ് യൂസ് ചെയ്യുന്നത് ഈ ഒരു യുറേനിയം പ്ലാന്റ് കൊണ്ടാണ്. അതായത് യുറേനിയം ഉപയോഗിച്ച് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ടാക്കി 70% എനർജിയും ഫ്രാൻസിന്റെ ഉള്ളിൽ ഈ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഫ്രാൻസ് തന്നെയാണ്. എന്നിട്ട് ഇവർ അതിൽ കൂടുതലായിട്ട് വരുന്ന എനർജി ഇവർ യൂറോപ്യൻ യൂണിയനിൽ വിൽക്കുന്നുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വിൽക്കുന്നുണ്ട്. വിൽക്കുന്നതിലൂടെ വീണ്ടും റവന്യൂ കണ്ടെത്തുകയാണ്.
അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫ്രാൻസ് നൈജർ വിട്ടുപോകാൻ വേണ്ടിയിട്ട് 2024 നല്ല രീതിയിലുള്ള പ്രഷർ അവിടെ നിന്ന് വരുന്നുണ്ട്. ആ പ്രഷർ അവിടെ നിന്ന് വരുന്ന സമയത്ത് ഇവര് ഒന്ന് പേടിപ്പിച്ച് നോക്കുകയാണ്, ഒരു യുദ്ധമൊക്കെ ആക്കി കൊടുത്താലോ എന്നുള്ള രീതിയിൽ. അപ്പോഴേക്കാണ് വീണ്ടും അവർ ആഫ്രിക്കൻ റീജിയനിൽ കിടക്കുന്ന ഈ ഒരു 3 രാജ്യങ്ങൾ കൂടെ ഒരുമിച്ച് അവരൊരു മെസ്സേജ് വിട്ടത്. ആ മെസ്സേജ് വിടാൻ കാരണമായത് ഒരു ഇബ്രാഹിം ടോട്ട് എന്ന് പറഞ്ഞ ഈ ഒരു ബുർക്കിനോ ഫാസോയുടെ 35 വയസ്സുകാരനായിട്ടുള്ള ഒരു യങ് കമാൻഡറാണ് വളരെ ബോൾഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വിട്ടത്. പറഞ്ഞ് നീ തൊട്ട് നോക്ക്, നീ നൈജറിൽ ഒരു യുദ്ധം നീ സ്റ്റാർട്ട് ചെയ്ത് നോക്ക്. ഫ്രാൻസിന് തന്നെയാണ് ഡയറക്റ്റ് വാണിംഗ് കൊടുത്തത്. നീ നൈജറിന്റെ മേലിലൊന്ന് കൈവച്ച് നോക്ക്, അപ്പൊ ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ എന്താണെന്നുള്ളത്. ആ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തപ്പോഴത്തേക്കും അമേരിക്ക ഉൾപ്പെടെ ഫ്രാൻസ് ഉൾപ്പെടെ എല്ലാവരും പേടിച്ച്, യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ പേടിച്ചങ്ങ് ഒതുങ്ങി മാറി വളരെ സൈലന്റ് ആയിട്ട് തന്നെ ആ രാജ്യത്തിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ വിട്ടിട്ട് പുറത്തിറങ്ങുകയാണ് ചെയ്തത്. കാര്യം വേറെ ഒന്നുമില്ല, ഇവരുടെ പുറകിൽ റഷ്യയാണ് ഉണ്ടായിരുന്നത്. ആ ഒരു ടൈമിൽ ആ ഒരു ത്രെട്ട്, ഈ ഒരു ഇബ്രാഹിം ഫ്രാൻസിന് ആ ഒരു ത്രെട്ട് കൊടുക്കുന്ന ടൈമിൽ പുടിൻ വാഗ്നർ ഗ്രൂപ്പിനെ വീണ്ടും ആഫ്രിക്കയിലേക്ക് വിന്യസിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു ഇൻഡയറക്ട് ത്രെട്ട് ആയിരുന്നു ഫ്രാൻസിന്. അപ്പൊ അങ്ങനെ ഒരു ഇൻഡയറക്ട് ത്രെട്ട് ഫ്രാൻസിന് കിട്ടിയപ്പോഴത്തേക്കും ഫ്രാൻസും പിൻവലിഞ്ഞു, യൂറോപ്യൻ യൂണിയനും പിൻവലിഞ്ഞു. പിന്നെ അമേരിക്കയ്ക്ക് അവിടെ നിന്ന് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല ഇതുവരെ. കാരണം അമേരിക്കയെ ഇത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഫ്രാൻസും യൂറോപ്യൻ യൂണിയനും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. എന്തിനാണ് അമേരിക്ക ഈ ഒരു യൂറോപ്യൻ യൂണിയനും ഫ്രാൻസിനെയും മാറ്റി നിർത്തുന്നതൊക്കെ മനസ്സിലായോ? കല്യാണനായിട്ടുള്ള അമേരിക്കയെ കൂട്ടാണ്ട് ഞാൻ ഫണ്ട് തന്ന്, ഞാൻ എന്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കി നാറ്റോ എന്നും യൂറോപ്യൻ യൂണിയൻ എന്നും നിങ്ങൾക്ക് പൈസ തന്ന് നിങ്ങൾ ഡിഫൻസ് ഇങ്ങനെ ശക്തിപ്പെടുത്തി കൊണ്ടുപോയിട്ട് നിങ്ങൾ നൈസിന് പോയിട്ട് ആഫ്രിക്കയിൽ നിന്നും ഗോൾഡ് എടുക്കുന്നു, യുറേനിയം എടുക്കുന്നു, നിങ്ങൾ റയർ എർത്ത് മിനറൽ എടുക്കുന്നു, പലതും എടുത്തുകൊണ്ടെന്ന് നിങ്ങൾ നല്ല രീതിയിൽ കാശുണ്ടാക്കി മുന്നോട്ട് പോകുന്നു. പക്ഷെ അമേരിക്കയ്ക്ക് അവിടെ എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നെ തന്നെ കൂട്ടാക്കാൻ നിങ്ങൾ സമ്മതിച്ചില്ല. അമേരിക്കയെ തന്നെ അവിടെ കൂട്ടിയില്ല. അമേരിക്ക അവിടെ പല സംഘടനകൾക്കും പൈസ കൊടുത്ത് സോഫ്റ്റ് പവർ ഒക്കെ കാണിച്ച് കുറെ പൈസ അവിടേക്ക് നഷ്ടപ്പെട്ട്, കുറെ തീവ്രവാദികളെയൊക്കെ വെച്ച് അവിടേക്ക് എന്തൊക്കെയോ കാണിച്ച് കൂട്ടി അമേരിക്ക. പക്ഷെ അമേരിക്കയ്ക്ക് അവിടെ നിന്ന് ഒന്നും തന്നെ എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ലൂട്ട് ചെയ്ത് തിന്നാൻ പറ്റാതെ പോയത് അമേരിക്കയാണ്. അതിന് കാരണം അമേരിക്കയ്ക്ക് താല്പര്യമില്ല എന്നല്ല, അമേരിക്ക ഇവർ കൂട്ടിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അമേരിക്കൻ ഐസിന് അതിൽ നിന്ന് പിൻവലിഞ്ഞു. അമേരിക്ക പിൻവലിഞ്ഞത് കൊണ്ട് തന്നെ പിന്നെ റഷ്യ ബാക്കപ്പ് ചെയ്യുന്ന ഈ 3 രാജ്യങ്ങളുടെയും ഈ ഒരു ആർമിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ളത് ഉത്തമ ബോധ്യം എന്നതുകൊണ്ടാണ് ഫ്രാൻസും യൂറോപ്യൻ യൂണിയനും അവിടെ നിന്ന് പിൻവലിയുന്നത്. 2024 അവിടെ നിന്ന് കടയും പൂട്ടി പുറത്തോട്ടിറങ്ങുന്നത്. ഇപ്പൊ എംബസിയൊക്കെ ഓപ്പൺ ചെയ്ത് നോർമൽ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഫ്രാൻസും യൂറോപ്യൻ യൂണിയനൊക്കെ ശ്രമിക്കുന്നുണ്ട് ആഫ്രിക്കൻ കൺട്രീസിൽ. ആഫ്രിക്കൻ റീജിയനിൽ ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കും ചൈനയെക്കാളും മറ്റുള്ള ഏതൊരു രാജ്യങ്ങളെക്കാളും ഇന്ത്യക്ക് ഒരു റെപ്യൂട്ടേഷൻ ആഫ്രിക്കൻ റീജിയനിൽ കിട്ടുന്നത് ഇതുകൊണ്ടാണ്. കാരണം ഈ കോളനൈസേഷൻ എന്താണെന്നുള്ളത് ആ ജനങ്ങൾ ഇപ്പൊ മോഡേണൈസേഷനിൽ ഇപ്പൊ മനസ്സിലാക്കിയിട്ടുണ്ട്. നിയോ കോളനൈസേഷൻ അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയൊക്കെ ഇതേപോലെ 300 വർഷമൊക്കെ കോളനിവൽക്കരിക്കപ്പെട്ടിരുന്നു എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് തന്നെ അവർക്ക് മനസ്സിലാവും എന്തായിരുന്നു സംഗതി എന്നുള്ളത്. ഇതാണ് ഉക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് പറയുന്നത് പോലെ ഉക്രൈന്റെ സ്ഥലം, റഷ്യയുടെ സ്ഥലം, അമേരിക്കയുടെ ഇടപെടൽ ഇതൊന്നുമല്ല വിഷയം. ഏറ്റവും വലിയ കൾപ്രിറ്റുകളാണ് ഈ ഒരു വെസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു യൂറോപ്യൻ യൂണിയൻ. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നിയോ കോളനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഉപമിക്കുന്നത് ഹീന എന്ന് പറഞ്ഞ ഒരു ജീവിയുണ്ട്, മറ്റുള്ള ജീവികളുണ്ട്, പുലിയായാലും സിംഹമായാലും. ഇവരൊക്കെ ഈ ജീവികളെ ആക്രമിച്ച് അവരെ കീഴ്പ്പെടുത്തി ജീവനില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് പിന്നെ കഴിക്കുന്നത്. പക്ഷേ ഈ ഹൈന എന്ന് പറഞ്ഞൊരു ജീവിയുണ്ട്, അതായത് ജീവനോട് തന്നെ ഭക്ഷിച്ചു തുടങ്ങും. അതാണ് ഹീന. അത് തന്നെയാണ് ഈ ഒരു വെസ്റ്റേൺ കൺട്രീസ് എന്ന് പറയുന്നത് ഈ ഒരു യൂറോപ്യൻ യൂണിയൻ. ഇതിനേക്കാളും ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഈ യൂറോപ്യൻ യൂണിയനിന്റെ പേരിൽ എനിക്ക് തരാൻ പറ്റില്ല. ഇതാണ് ബെസ്റ്റ് എക്സാമ്പിൾ. മനസ്സിലാക്കാതെയാണ് ഉക്രൈനിലെ സെലൻസ്കി ഈ ഒരു യൂറോപ്യൻ യൂണിയനും ഈ ഒരു നാറ്റോയൊക്കെ ഭയങ്കരമായിട്ട് പ്രീണിപ്പിച്ചുകൊണ്ട് ഈ ഒരു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്താണോ ആഫ്രിക്കയിലെ നൈജറിലും മാലിയിലും ഈ ബുർക്കിനോ ഫാസോയിലൊക്കെ സംഭവിച്ചത് അത് തന്നെയാണ് ഉക്രൈനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നേരെ എല്ലാണോ കൂടെ വന്ന് ഉക്രൈനിൽ ചാടി വീണ്. ഉക്രൈനിൽ കണ്ടപ്പോഴത്തേക്ക് അവിടെയും റയർ എർത്ത് മിനറൽ ഉണ്ട്. ഓക്കെ, എന്നാ പിന്നെ ഉക്രൈൻ ഇവിടെയും അമേരിക്കയിലെ ട്രംപ് ഈ ഒരു റയർ എർത്ത് മിനറൽ ഡീലിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവിടെയും തടസ്സമായിട്ട് വന്നിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ. അവിടെയും മാക്രോൺ ഉണ്ട്. ആഫ്രിക്കയിലും അമേരിക്ക കയറ്റില്ല. അപ്പൊ അതുപോലെ ഇപ്പൊ ഉക്രൈനിലും അമേരിക്ക കയറ്റില്ല എന്ന് പറഞ്ഞുള്ള നിലപാടിലാണ് ഈ ഇമ്മാനുവൽ മാക്രോൺ ഉൾപ്പെടെയുള്ള ഈ ഒരു യൂറോപ്യൻ യൂണിയൻ. ഇവിടെയും അമേരിക്കയെ പുറത്തോട്ടടിച്ചും അമേരിക്കയെ തുരത്താനാണ് ഇവർ ശ്രമിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് അമേരിക്ക ഇവർക്ക് ഫണ്ട് കൊടുക്കുന്നത്? ഇപ്പൊ മനസ്സിലായോ അമേരിക്ക എന്തിനാണ് ഫണ്ട് കൊടുക്കാത്തതെന്ന്? അമേരിക്ക ഫണ്ട് നിർത്തുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. കാരണം ഇവന്മാർക്ക് അമേരിക്കയുടെ ഫണ്ടും പടക്കോപ്പുകളും എല്ലാം വേണം. പക്ഷേ അമേരിക്കയെ ഉള്ളിൽ കയറ്റൂല. സംഭവം റയർ എർത്ത് മിനറലും കാര്യങ്ങളൊക്കെ ഇവർക്ക് വേണം. ഇവർക്ക് ഏറ്റവും കൂടുതൽ എനർജി അതാണ് സംഭവം. ഈ എനർജി കച്ചവടമാണ് ഇപ്പൊ ഇവിടെ ഇത്രയും വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അല്ലാതെ ഉക്രൈൻ റഷ്യ അടിച്ചതോ റഷ്യ ഉക്രൈൻ അടിച്ചതോ ഇതല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം ഇതാണ്. അതുകൊണ്ട് തന്നെയാണ് പുടിൻ വളരെ തന്ത്രപരമായിട്ട് ഈ ഒരു സ്ഥലം പിടിച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, പുടിൻ ഇപ്പൊ ഇവർ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ സ്ഥലങ്ങളൊക്കെ വിട്ടുകൊടുക്കുന്നു. എന്താണ് സംഭവിക്കുക? ഈ ഉക്രൈൻ ഈ നേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെലൻസ്കിയെ വെച്ചിട്ട് ഇവർ ഈ സ്ഥലങ്ങളൊക്കെ വീതിച്ച് 8-10 വീതിച്ചിട്ട് ഓരോ സ്ഥലത്തും ഇവർ മൈനിങ് തുടങ്ങും. ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പുടിൻ ഈ ഒരു സ്ഥലം പിടിച്ചെടുത്ത സ്ഥലം ഞാൻ കൊടുക്കൂല എന്ന് പറയുന്നത്. ഈ വെസ്റ്റേൺ കൺട്രീസിന്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പറയാനുണ്ട്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ. ഞാൻ അടുത്തടുത്ത വീഡിയോകളിലായിട്ട് അപ്ലോഡ് ചെയ്യാം. സമയം കിട്ടുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്തു വിടാം.
ഇപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ ഉക്രൈനിൽ എന്താണ് നടക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഔട്ട്ലൈൻ, ഒരു ഡീപ്പ് റൂട്ടിലുള്ള ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്ന ആൾക്കാർ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസും കൂടെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച്.